എല്ലാവർക്കും നമസ്കാരം. വിശാഖം അവസാന കാൽപാദം, അനിഴം തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അവരുടെ ചാരവശാൽ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്ടമത്തിലൂടെയാണ് ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ദോഷങ്ങൾ അവർക്കുണ്ടാവും. അത് ഞാൻ പറയാം. അത് നമ്മൾ ആദ്യം വയസ്സടിസ്ഥാനത്തിൽ പറയാം. ഒരു 20 വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഒരുപാട് പ്രയാസങ്ങളും നേരിടുന്നൊരു സമയമാണ്. 20 മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആളുകൾക്കാണെങ്കിൽ കർമ്മസംബന്ധമായിട്ടും പല തടസ്സങ്ങളും അനുഭവിക്കുന്നൊരു സമയമാണ്. സർക്കാർ ജോലിക്കാർക്കാണെങ്കിൽ അവരുടെ സ്ഥലം മാറ്റം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ബുദ്ധിമുട്ട്, കൂടെയുള്ള സഹപ്രവർത്തകരുടെ ഓരോ പ്രശ്നങ്ങളാൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, സഹപ്രവർത്തകർക്കല്ല കേട്ടോ, സഹപ്രവർത്തകർ കാരണം ഇവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് പറഞ്ഞത്. അപ്പോൾ സർക്കാർ ജോലി പറഞ്ഞാൽ സ്ഥിര ജോലിയാണല്ലോ, അവർക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സമയമാണ്. അവർക്ക് സ്ഥലം മാറ്റം, ജോലിയിലുള്ള അതായത് ഓരോ പ്രശ്നങ്ങൾ, ജോലി തീർത്താ തീരായ്മ, അങ്ങനത്തെ ഒക്കെ. പിന്നെ 50 മുതൽ വയസ്സിന് മേപ്പെട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളറിവിൽ ഈ നക്ഷത്രക്കാർ, അതായത് വിശാഖം, അനിയം തൃക്കേട്ട, വിശാഖത്തിൻ്റെ അവസാന കാൽപാദം, അനിയം തൃക്കേട്ട, വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. അപ്പോൾ ചാരവശാൽ അഷ്ടമത്തിലൂടെ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 11ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അവിടെ ഗ്രഹങ്ങളുണ്ടെങ്കിൽ കുറേ ദോഷങ്ങൾ കുറഞ്ഞിട്ടിരുന്നു. അപ്പോൾ അവിടെ പിന്നെ ശുദ്ധമാണ്. അപ്പോൾ നിങ്ങൾ അറിവിൽ ഉള്ളവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.